ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് നിങ്ങളെ എൻ്റെ മധുമാലതയെ കാണിക്കാനായിട്ട് പോകുന്നത് മധുമതി പൂത്ത് വിലസി നിൽക്കുകയാണ്. ഒരു ചെറിയ ചെടിയാണ്. ഞാനൊരു 380 രൂപയ്ക്ക് ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ അത് ഉണങ്ങാറായിട്ടുണ്ടായിരുന്നു, ഇലയൊക്കെ പൊഴിഞ്ഞു പോകാറായിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിന് ഇലകളെല്ലാം കട്ട് ചെയ്ത് സ്റ്റെം മാത്രം നിർത്തി ഒരു ചട്ടിക്കകത്ത് നട്ടിട്ട് തണലത്ത് വെച്ചിട്ട് കുറേ വെള്ളം കോരി അതിന് എല്ലാ ദിവസവും കുറേശ്ശെ വെള്ളം രാവിലെയും വൈകുന്നേരം ഒഴിച്ചു കൊടുത്ത് അവസാനം അതിന് ഇല വന്നു. അങ്ങനെ കുറേ ഇലകൾ വന്നിപ്പോൾ പൂവായി. പൂക്കൾ ഏകദേശം പൂർണ്ണമായിട്ടും എല്ലാ കുലകളും വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചെടി കാണാം. ഓക്കെ, ഇതാണ് എൻ്റെ മധുമതി. ചെറിയൊരു ചട്ടിയിൽ ഞാൻ നട്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ എത്ര ഭംഗിയാണ് അതിൻ്റെ പൂവ്. നോക്കൂ, ഇതിൻ്റെ പൂവ് ആദ്യം വിരിയുമ്പോൾ വെള്ള കളറാണ്, പിറ്റേ ദിവസം അത് പിങ്ക് കളറാവും, അതിൻ്റെ അടുത്ത ദിവസം ഡാർക്ക് പിങ്ക് കളറാവും. അങ്ങനെ 3 കളറാണ് ഈ ഇൻഫ്ലോറസൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ മുഴുവനും വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ആയിട്ടും അത് പിങ്ക് കളറായിട്ട്, ഡാർക്ക് പിങ്ക് കളറായിട്ട് മാറും. പക്ഷേ അതിന് മുമ്പ് ഈ 3 കളർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനൊരു താങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കയറി അതിൽ പടർന്ന് പന്തലിച്ച് വളരുന്നൊരു ചെടിയാണിത്. കോംബ്രിട്ടേസിയ ഫാമിലിയാണ്, അതായത് ബദാമിൻ്റെയൊക്കെ ഫാമിലിയാണ്. കോംബ്രിട്ടം ഇൻഡിക്കം എന്നാണ് ഇതിൻ്റെ പേര്. മധുമതി എന്ന് അതിന് സംസ്കൃതത്തിലും തമിഴിലും ഒക്കെ പറയും. നമ്മൾ കുലമറിഞ്ഞി എന്നൊക്കെ പേര് കൊടുക്കാറുണ്ട്. കാരണം ഇതിൻ്റെ കൊല്ലയും കണ്ടില്ലേ, ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ കുനിഞ്ഞ് മറിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് കുലമറിഞ്ഞി എന്നും പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ ചെടിയാണ്. എല്ലാവർക്കും വീട്ടിൽ വാങ്ങിച്ച് നട്ട് വളർത്താവുന്ന ഒരു നല്ല മനോഹരമായ നല്ല സുഗന്ധമാണ് ഇതിന്. ഇത് വൈകുന്നേരമാണ്, ഈ വൈകുന്നേര സമയമാണ് ഇത് പൂക്കുന്നത്, ഫ്ലവർ വിരിയുന്നത്. അപ്പോൾ നല്ല മണമാണ്, ഒരു പ്രത്യേക സുഗന്ധമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ മണം. എന്താ സുഗന്ധം! കാഴ്ചയ്ക്കുള്ള ഭംഗി മാത്രമല്ല, നല്ല സുഗന്ധവും ഇത് നമുക്ക് തരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വെള്ളം കുറവ് മതി, വെയിൽ നന്നായിട്ട് വേണം. എന്തായാലും അപ്പോൾ എല്ലാവരും പരീക്ഷ നോക്കണം. ഈ ചെടി തീരെ കെയർ കുറവ് മതി ഈ ചെടിക്ക്. നമുക്ക് വെള്ളം മാത്രം കൊടുത്താൽ മതി, വേറെ പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല ഭംഗിയായിട്ട് വളരുന്നൊരു ചെടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ചെടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ വാങ്ങിച്ച് നട്ട് നോക്കിക്കോളൂ. വളരെ മനോഹരമായ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെടിയാണ് മധുമതി എന്ന് പറയുന്നത്.